Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യലായ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തൈരൊക്കെ ചേർത്താണ് ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 2 മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകുക. ഇതിപ്പോൾ ഞാൻ തൊലി കളയാതെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലി കട്ടി കൂടിയ മാങ്ങയാണെങ്കിൽ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ കട്ട് ചെയ്തെടുത്ത മാങ്ങയിലോട്ട് ഇനി ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ മാങ്ങ അച്ചാറിന് കുറച്ച് കൂടുതൽ ഉപ്പൊക്കെ ചേർത്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉപ്പിൽ മാറ്റം വരുത്താം. കുറച്ച് കൂടുതൽ നല്ലതുപോലെ ഉപ്പ് പിടിക്കാൻ വേണ്ടി കണക്കാക്കി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കാതെ ഉപ്പ് മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കായമാണ്. അപ്പോൾ കായം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറിന് കായം എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർക്കുക. കയ്പൊന്നും കാണില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കായം ചേർക്കുമ്പോൾ. അപ്പോൾ കായം കൂടെ ചേർത്തതിന് ശേഷം ഇത് ഞാൻ അടച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ദിവസം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ. അപ്പോൾ അതിന് ശേഷം അത് ഞാൻ മാങ്ങ വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 10-25 വറ്റൽ മുളക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം കുതിർത്തതാണ് ഈ വറ്റൽ മുളക്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴാണോ അച്ചാർ തയ്യാറാക്കുന്നത് ആ സമയം മതിയാകും വറ്റൽമുളകിൻ്റെ ആവശ്യം. അപ്പോൾ മാങ്ങ ഞാൻ ഒരു 2 മണിക്കൂറായി കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം ഈ വറ്റൽമുളക് ഇതുപോലെ അത് കുതിരാൻ വേണ്ടി വെച്ച അതിൽ നിന്ന് തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. കുതിർന്ന മുളകായതുകൊണ്ട് ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയൊക്കെ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഇട്ടതിന് ശേഷം ഒന്ന് ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് അടിഞ്ഞു പോകരുത്. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാം കൂടെ കടുകും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാകും. അപ്പോൾ മുളകും കടുകും മാത്രമാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. വളരെ എളുപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. നമ്മുടെ സദ്യ സ്പെഷ്യൽ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അച്ചാർ തയ്യാറാക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ചൂടായ എണ്ണയിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ എണ്ണ ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. എണ്ണയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ആകാം. വെളിച്ചെണ്ണയിലൊക്കെ ഈ അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ കൂടുതൽ ദിവസം വെക്കാൻ പറ്റുന്ന അച്ചാറല്ല, കാരണം നമ്മളിതിൽ തൈര് ചേർക്കുന്നുണ്ട്. സദ്യയ്ക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ നമ്മൾ കൂടുതൽ ദിവസമൊന്നും വെക്കില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിലൊന്ന് ചുമന്ന് വന്നത് ഉടനെ നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നൊന്നും അച്ചാറിന് ചേർക്കാറില്ല. ഇതിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഈ ഉഴുന്നും കൂടെ ചേർക്കുമ്പോൾ അത് നല്ല ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളകും ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, മുളകും കടുകും ആയിട്ടുള്ളത്, അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി നമ്മൾ വറ്റൽമുളക് കുതിരാൻ വേണ്ടി വെച്ച വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കലക്കി ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് ഇതുപോലെ ഒന്ന് ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ചധികം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇനി നമുക്ക് ഈ അരപ്പിലോട്ട് നമ്മൾ ഉപ്പ് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ മാങ്ങയിലൊക്കെയാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തായാലും കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചിനി കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കായം എത്രത്തോളം നമ്മളിതിൽ ചേർത്താലും ഇത് നല്ല ടേസ്റ്റ് കൂടെ ഉള്ളൂ. അച്ചാറിനൊക്കെ കായം ഒന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഒരു പകുതി ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത്, നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും കായപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതാണ്ട് ഞാൻ ഒരു 2 മണിക്കൂർ മുന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ ഉപ്പും നമ്മുടെ മാങ്ങയുടെ പുളിപ്പൊക്കെ കൂടെ ഇറങ്ങിയ ആ ഒരു വെള്ളമാണ്. അതും കൂടി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് നമ്മൾ പിറ്റെന്നാണ് അച്ചാർ തയ്യാറാക്കാൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ കുറേ കൂടെ വെള്ളമൊക്കെ കിട്ടുകയും ചെയ്യും. ടേസ്റ്റും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു 3-4 ദിവസത്തേക്ക് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ അരപ്പിലോട്ട് ഈ മാങ്ങ മൊത്തം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു 5 ടേബിൾ സ്പൂൺ തൈര് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അത് തൈര് ചേർക്കുന്നതിന് മുന്നേ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷമാണ് നമുക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈര് ഈ അച്ചാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ആവശ്യത്തിന് എരിവും പുളിപ്പും ഉപ്പും ഒക്കെ ചേർന്ന നല്ലൊരു മാങ്ങ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ തൈരൊക്കെ ചേർന്നൊന്ന് അലിഞ്ഞിറങ്ങിയപ്പോൾ ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മാങ്ങയും ഇതിലുള്ളത് ഒരു 2 മണിക്കൂറൊക്കെ വെച്ചത് കാരണം അപ്പോൾ ഇനി ഇരിക്കും തോറും ഇത് നല്ലൊരു ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. വെറുതെ പറയുകയല്ല, നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ അച്ചാർ. അപ്പോൾ ഉപ്പ് എല്ലാം കണക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാനൊരു ബൗളിലോട്ടൊന്ന് കുറച്ച് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയാണ് ഇതിലോട്ട് ആക്കുന്നത്. ഇതിപ്പോൾ നേരിട്ട് കാണാനിപ്പോൾ നല്ല ഒരു ഭംഗിയും ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഈ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെയാണ് ഇത് കഴിക്കാനും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.